പിണറായി വിജയൻ മൂന്നാം ഊഴം തേടുമ്പോൾ കൂനിന്മേൽ കുരുവെന്ന പോലെ പ്രശ്നങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ഇതിനെ ഇത്തവണ അതിജീവിച്ച് മുമ്പോട്ട് പോകും എന്ന് തോന്നുന്നില്ല എന്ന് പല കാര്യങ്ങളിൽ കൂടി നമുക്ക് വ്യക്തമാകുന്നു. ഇത് ഒരുപക്ഷെ CPM അന്ത്യം കുറിക്കാനുള്ള പോക്കാണ്. വിനാശകാലേ വിപരീത ബുദ്ധി എന്നൊക്കെ പറയാറില്ലേ, അതാണിപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ, അല്ലെങ്കിൽ അധികാരത്തിൽ വരുന്ന നാളിലൊക്കെ ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു പ്രതീക്ഷ 2-3 കാര്യങ്ങളിലാണ്. ഒന്ന് പൊതുവിദ്യാഭ്യാസം, മറ്റൊന്ന് പൊതുജന ആരോഗ്യം, മറ്റൊന്ന് പൊതുഗതാഗതം. ഇത് കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് ഏതാണ്ട് കുഴിച്ചു കുളം തോണ്ടിയിട്ടിരിക്കുകയായിരുന്നു. ഇത് മുൻകാലങ്ങളിലൊക്കെ എപ്പോഴും രാജ്യത്ത് തന്നെ ഒരു തിരുത്തൽ ശക്തിയായി നിന്നിട്ടുള്ള ഇടതുപക്ഷമാണത് തിരുത്തി മുമ്പോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. പക്ഷെ ആ ഇടതുപക്ഷം ഇപ്പോൾ സകലതിൽ നിന്നും കൂപ്പുകുത്തി വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ആരോഗ്യരംഗമാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. ഇതിൽ LDFിലെ ഘടകകക്ഷികൾ ഒന്നടങ്കം അതൃപ്തരാണ്. 2026 CPMും ഘടകകക്ഷികളും ഒക്കെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കഴിഞ്ഞ കുറേ നാളുകൾ വരെ നിന്നിരുന്നത്. അതായത് 4ാം വർഷം പിന്നിട്ടപ്പോൾ ആഘോഷത്തിൻ്റെ നെറുകയിലെത്തിച്ചേർന്നു. ആ അവസരത്തിലൊക്കെ വലിയ പ്രതീക്ഷയാണ് അവർ വെച്ച് പുലർത്തുന്നത്. നിലമ്പൂർ ഫലം ഇവരെ അല്പം തളർത്തുകയും ചെയ്തു. അതുകൊണ്ട് ഇനി അങ്ങോട്ട് എത്ര മുമ്പോട്ട് പോകുമെന്നുള്ള കാര്യത്തിലാണ് വലിയ സംശയം. LDFിലെ ഘടകകക്ഷികൾ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് CPI ആണ്. CPI നമുക്കറിയാം CPMന്റെ ഒരു വാലാട്ടിയാണ്. പണ്ട് MM മണി പറയാറുണ്ട്, നിങ്ങൾക്ക് എവിടെങ്കിലും നിന്നാൽ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചൊന്ന് ജയിച്ച് കാണിക്കാമോ? ഒലത്തും എന്നാണ് മണിയുടെ ഭാഷ. MM മണിയുടെ ഭാഷ പൊതുവെ അതാണല്ലോ. ആ ഭാഷയിൽ തന്നെ അദ്ദേഹം പറഞ്ഞു CPIയെ ഇട്ട് ഒലത്തുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഈ ചവിട്ടും കുത്തും എല്ലാം ഏറ്റ് കിടക്കുന്ന ഒരു പാർട്ടിയാണ് CPI. CPI അതിനകത്ത് നിന്ന് ഇറങ്ങുമോ എന്ന് ചോദിച്ചാൽ മറ്റൊരിടത്തേക്ക് പോയാൽ അവർക്ക് വേണ്ടത്ര പരിഗണന കിട്ടുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. CPIക്ക് ഇറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ അത് നടക്കുകയുമില്ല. ഈ CPM എന്ന് പറയുന്ന വൻമരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുകയാണ് CPI. അതുകൊണ്ടിട്ട് വളരത്തുമില്ല. അതുകൊണ്ട് ഈ CPI അങ്ങനെ പെട്ടെന്ന് പോകുമോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് തീർച്ച പറയാൻ കഴിയാതെ നിൽക്കുകയാണ്. ഒരു ചാഞ്ചാട്ടത്തോടു കൂടി നിൽക്കുകയാണ്. പിന്നെ വരുന്ന ഘടകകക്ഷി എന്ന് പറയുന്നത് ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് ആണ്. കേരള കോൺഗ്രസ് പിന്നെ അങ്ങനെ ചാടും. കാരണം അങ്ങനെയാണ് കേരള കോൺഗ്രസ്. കേരള കോൺഗ്രസ് ഇല്ലാതെ ഒരു മന്ത്രിസഭയും ഉണ്ടാകാറില്ലല്ലോ. കേരള കോൺഗ്രസ് എന്ന സുന്ദരിയുടെ അടുക്കലേക്ക് എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമെന്നാണ് AM മാണി തന്നെ പറഞ്ഞിട്ടുള്ളത്. വളർന്ന് പൊക്കൊണ്ടിരിക്കുന്ന പാർട്ടി ഏതെങ്കിലും ഒരു കഷ്ണം അധികാരത്തിലില്ലാതെ ഭരണം പോയിട്ടില്ല. 2021 ഇങ്ങോട്ടേക്ക് വന്ന ജോസ് കെ മാണിക്ക് അങ്ങോട്ടേക്ക് പോകാൻ താല്പര്യവുമുണ്ട്. കാരണം ഭരണം അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. ജോസ് കെ മാണിക്ക് ഭരണവും വേണം. ലീഗ് അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്ന ഘടകകക്ഷികൾ എന്ന് പറയുന്നത് ഈ ഒറ്റയാൾ പട്ടാളങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ജനാധിപത്യ കേരള കോൺഗ്രസ് ആന്റണി രാജു ലോട്ടറി അടിച്ചിട്ടുള്ള ഒരാളാണ്. കഴിഞ്ഞ 2021 തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് മത്സരിച്ച് ജയിച്ചത്. ഇനി അത് CPMകാർ കൊടുക്കത്തുമില്ല. ഇറങ്ങി പൊക്കോളാൻ പറയും ആന്റണി രാജുവിനോട്, അല്ലെങ്കിൽ അതിനകത്തങ്ങ് ചേർന്നോളാൻ പറയും. ആന്റണി രാജു ഏതായാലും നിന്നാലും ജയിക്കാൻ പോകുന്നില്ല. രാവിലെ 8 മണിക്ക് തന്നെ തോക്കും. അങ്ങനെ അതങ്ങ് അവർ ഏറ്റെടുക്കുകയും ചെയ്യും. അങ്ങനെ ആ ഘടകകക്ഷി അങ്ങ് തീരും. പിന്നെ ഏതാ നമ്മുടെ രാമചന്ദ്രൻ കടന്നപ്പള്ളി. അദ്ദേഹം
പ്രായമായി ഇനി ഒരു തെരഞ്ഞെടുപ്പിനെ അദ്ദേഹം അഭിമുഖീകരിക്കത്തില്ല. അതും CPM അങ്ങ് വിഴുങ്ങും. അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. പിന്നെ ഈ NCP, RJD ഇതൊക്കെയാണ്. അവരെയൊക്കെ ഒതുക്കേണ്ട രീതിയിൽ ഒതുക്കാനൊക്കെ പിണറായി വിജയൻ അറിയാം. പക്ഷേ എന്നാൽ ഈ ഘടകകക്ഷികളൊന്നും തന്നെ അതിനകത്ത് ഉണ്ടാകണമെന്നില്ല. പിന്നെ കേരള കോൺഗ്രസ് B ഉണ്ട്, ബാലകൃഷ്ണപിള്ള. അത് ഗണേശനാണ്. ഗണേശനെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് വന്നാലും എവിടെ നിന്നാലും ഒറ്റയ്ക്ക് നിന്നാലും ഒക്കെ തന്നെ ഗണേശൻ അങ്ങ് ജയിച്ചു പോകും. കാരണം പത്തനാപുരമാണ് ഗണേശൻ്റെ മണ്ഡലം. അതെന്നും അങ്ങനെ തന്നെ നിൽക്കും. അത് പിടിക്കാനായിട്ട് ജ്യോതികുമാർ ചാമക്കാല രാവെളുക്കോളം അവിടെ പണിയെടുക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ വൃഥാവിലായി പോകുന്ന ലക്ഷണമാണ് കാണുന്നത്. പദസാം വിജയം വാർന്നൊഴിഞ്ഞളവ് സേതുബന്ധനോദ്യോഗം എന്തടോ എന്ന് അവസാനം പറയേണ്ടി വരുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഈ ഘടകകക്ഷികളൊക്കെ 2026 ആകുമ്പോഴേക്കും മറ്റുള്ളിടത്തേക്ക് ചേക്കേറാൻ പോകും എന്നുള്ള ലക്ഷണമാണ് കാണുന്നത്. ഈ ഫലമുള്ള വൃക്ഷത്തിലല്ലേ കിളികളൊക്കെ ചെന്നെത്തുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ പൂക്കാൻ പോകുന്നത് UDF എന്ന് പറയുന്ന ആ വൻമരമാണ്. അതിലേക്ക് ഈ ഘടകകക്ഷികളാകുന്ന പക്ഷികളൊക്കെ അങ്ങോട്ടേക്ക് ചേക്കേറാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ജോസ് കെ മാണി വിഭാഗം പല ചർച്ചകളോട് നടക്കുന്നുണ്ട്, ലീഗ് മുൻകൈ എടുത്തുകൊണ്ട്. ജോസ് കെ മാണിക്ക് സേഫായിട്ടുള്ള ഇടം വേണം, പാർട്ടിക്ക് എത്ര സീറ്റ്, വിജയിച്ചു വന്നാൽ എത്ര മന്ത്രിമാരുടെ എണ്ണം മിക്കവാറും UDF-ൽ കൂട്ടേണ്ടി വരും. മുന്നണി വിപുലീകരിക്കുന്നതനുസരിച്ച് ഈ ഒറ്റയാൾ പട്ടാളങ്ങൾക്കും കൊടുക്കണമല്ലോ ഓരോന്ന്. അല്ലെങ്കിൽ പിന്നെ LDF ആയിരിക്കണം. CPM ആകുമ്പോൾ ഒരു ഞാഞ്ഞൂലും തലപൊക്കത്തില്ല. അതുകൊണ്ടാണല്ലോ ഈ ലീഗ് അങ്ങോട്ടേക്ക് ഒരിക്കലും പോകാത്തത്. ലീഗിനറിയാം അവിടെ ഈ കളിയൊന്നും നടക്കത്തില്ല, ചവിട്ടിക്കൂട്ടി പുറത്താക്കും. AK സെൻറ്ററിൽ ഒരു മൂലയ്ക്ക് അവിടെ കാണും വായു പൊത്തി ഇരുന്നോണം. അതറിയാവുന്നതുകൊണ്ടാണ്. ലീഗ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ കയറി ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. കോൺഗ്രസിൽ അപ്രമാദിത്വമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മറ്റു പലരും കോൺഗ്രസിൽ നിന്ന് പോവുകയും ചെയ്തിട്ടുള്ളത്. ലീഗുകാർ കയറി നിരങ്ങാൻ തുടങ്ങിയതോടുകൂടിയാണ്. അപ്പോൾ എന്തായാലും ഈ ഘടകകക്ഷികൾ ഇങ്ങോട്ടേക്ക് മാറുമ്പോൾ CPM-നുണ്ടാകുന്നത് വലിയ ക്ഷീണം തന്നെയായിരിക്കും. അത് അപ്പോൾ ശോഷിക്കുകയും ഇല്ലാതാകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുകയും ചെയ്യുമെന്നുള്ളതാണ്. പിന്നെ ഇത് എല്ലാ ഘടകകക്ഷികളെ ഉൾക്കൊള്ളാനായിട്ട് UDF-ന് കഴിയുമോ എന്നുള്ളതും വേറൊരു ചോദ്യമാണ്. കോൺഗ്രസിൻ്റെ സീറ്റ് വേണോ എല്ലാവർക്കും കൊടുക്കാൻ. ഇനി കേരളത്തിലുള്ള 140 മണ്ഡലങ്ങളിലും കോൺഗ്രസ് തന്നെയാണ് മത്സരിക്കുന്നതെങ്കിൽ പോലും അവിടെ സീറ്റ് തികയത്തില്ല. കാരണം അവിടെ സീറ്റ് മോഹികളും അധികാരമോഹികളെയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നിടമാണ്. വെട്ടിയെടുപ്പുകാർക്ക് പോലും സീറ്റ് വേണം. അതാണ് കോൺഗ്രസ്. അപ്പോൾ അങ്ങനെയുള്ള കോൺഗ്രസിനകത്തേക്ക്, കോൺഗ്രസ് നയിക്കുന്ന UDF-ലേക്ക് ഘടകകക്ഷികൾ ചെന്ന് കയറുമ്പോൾ അത് അവർക്ക്, കാരണം ലീഗായിരിക്കും പ്രധാനപ്പെട്ട ഘടകകക്ഷി. പിന്നീട് വരുന്നത് പിന്നെ ജോസഫുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് ജോസ് കെ മാണി എന്നാൽ ജോസ് കെ മാണി. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ജോസഫ് പറഞ്ഞത് കേരള കോൺഗ്രസ് ഒന്നിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും 26-ൽ ഘടകകക്ഷികൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വലിയ ചാഞ്ചാട്ടം കാണും. ഇങ്ങോട്ട് വരാൻ വഴിയില്ല, എല്ലാം അങ്ങോട്ടേക്കേ പോവുകയുള്ളൂ. UDF-ലേക്ക് ഘടകകക്ഷികളുടെ ഒരു നീണ്ട നിര തന്നെ ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്.